വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്ന മണിക്കൂറാണ്. അത് വയനാട്ടിൽ നിന്നാണ്. നൂൽപ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നു. നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മനുവാണ് മരിച്ചിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വളരെ വേദനാജനകമായ വാർത്തയാണ്. വീണ്ടും ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടമാവുന്ന നിലയുണ്ടാകുന്നു. കടയിലേക്ക് സാധനം വാങ്ങാൻ പോയ ആളെയാണ് കാട്ടാന ആക്രമിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ? പ്രദേശത്ത് ജനങ്ങളുടെ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളും ഈ സമയത്ത് വരുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സുർജിത്ത് അയ്യപ്പത്ത്? ഇടുക്കിയിൽ ഒരു അതിദാരുണമായ സംഭവം ഇന്നലെ രാത്രി പുറത്ത് എത്തിയതാണ്. സമാനമായ രീതിയിൽ തന്നെ കാട്ടാന ആക്രമണം. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ മറ്റൊരു ദുഃഖവാർത്ത കൂടി അറിയിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. കാട്ടാന ആക്രമണത്തിൽ ഒരു യുവാവ് മരിച്ചിരിക്കുന്നു. അത് നൂൽപ്പുഴയ്ക്ക് സമീപത്താണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാപ്പാട് ഉന്നതിയിലെ മനു എന്ന 45-കാരനാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വരുന്നതിനിടെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാവുന്നത്. ഇന്ന് രാവിലെയാണ് മൃതദേഹം കൊല്ലിയിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. അതായത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. നിരന്തരം കാട്ടാനകൾ മാത്രമല്ല മറ്റു വന്യമൃഗങ്ങളും ശല്യമുണ്ടാക്കുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു അതിദാരുണമായ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല നാട്ടുകാർ ഉൾപ്പെടെ അവിടേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇന്ന് രാവിലെയാണ്, അല്പസമയം മുമ്പാണ് ഈ വിവരം പുറംലോകത്തേക്ക് അറിഞ്ഞിരിക്കുന്നത്. കാരണം ഈ മൃതദേഹം ഇങ്ങനെ ഈ ഒരു ചതുപ്പ് പോലുള്ള അത്തരത്തിലുള്ള പ്രദേശത്ത് ഇങ്ങനെ കിടക്കുന്ന നിലയിലാണ് കാണപ്പെട്ടത്. ഇതിനിടയിൽ അവിടെ ആ മേഖലയിൽ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം തന്നെ അവിടേക്ക് എത്തും എന്നുള്ള തരത്തിലുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നു. ഈ മേഖല എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ആനയുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് കണ്ടു എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം കാണപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. എന്തായാലും പ്രദേശത്തേക്ക് നമ്മൾ പോവുകയാണ്. ആ മേഖല എന്ന് പറയുന്നത് വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. നൂൽപ്പുഴ എന്ന് പറയുന്ന പ്രദേശം സംസ്ഥാന അതിർത്തിയാണ്. അതായത് ഊട്ടി റോഡ് ഉൾപ്പെടെയുള്ള, അതായത് ഊട്ടിയിലേക്ക് പോകുന്ന അന്തർ സംസ്ഥാന പാത കടന്നു പോകുന്ന ഒരു പഞ്ചായത്താണ് ഈ നൂൽപ്പുഴ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ആ പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 45-കാരനായ കാപ്പാട് ഉന്നതിയിലെ മനുവാണ് മരിച്ചിരിക്കുന്നത്. റീജിത്ത്. സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അബു താഹിർ 24-ന്റെ പ്രാദേശിക പ്രതിനിധി കൂടി ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. അബു താഹിർ, വളരെ വേദനാജനകമായ വാർത്തയാണ്. ഒരു കടയിലേക്ക് സാധനം വാങ്ങാൻ പോയ ഒരാൾക്ക് ജീവൻ നഷ്ടമാവുന്ന നില. കാട്ടാന ആക്രമണമാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്നുള്ളത് മനസ്സിലാക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി ലഭ്യമാകുന്ന വിവരങ്ങൾ ഈ ഘട്ടത്തിൽ? അബു താഹിർ. ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നിപ്പോൾ രാവിലെയാണ് തെരച്ചിൽ നടത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം അറിയുന്നത്. ഈ മനുവും ഭാര്യയും കൂടെ ആണ് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരികെ വരുമ്പോഴാണ് ഈ അപകടമുണ്ടായതെന്നാണ് അറിയുന്നത്. ഇവരെ കാപ്പാട് എന്ന ഉന്നതിയിലേക്ക് എത്തണമെങ്കിൽ വനത്തിലൂടെ തന്നെ കയറി വരേണ്ട ഒരവസ്ഥയാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബത്തേരി പാട്വയൽ റോഡിൽ നിന്ന് നൂൽപ്പുഴ പാലത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്ററോളം വനത്തിലൂടെ വന്ന് തമിഴ്നാട് റോഡിലേക്ക് കയറി ആ ഭാഗത്ത് നിന്നാണ് ഇവരുടെ ഉന്നതിയിലേക്ക് വരേണ്ട. ഈ പുഴ മുറിച്ചു കടന്ന് ഈ ഉന്നതിയിലേക്ക് എത്തേണ്ടത്. ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് കാട്ടാനയുടെ മുന്നിൽപ്പെടുന്നത് എന്നാണ് അറിയുന്നത്. മനുവിനെ തട്ടിയെറിയുകയായിരുന്നു എന്ന് അറിയുന്നു. അതിന്റെ ഇടയ്ക്ക് സ്ഥിരീകരിക്കാത്തൊരു വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയെ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. പക്ഷെ അത് എത്രത്തോളം കൃത്യമെന്ന് അറിയില്ല. നമ്മൾ അവിടെയുള്ള ആളുകളിലേക്ക് ബന്ധപ്പെടുന്ന സമയത്ത് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നേ ഉള്ളൂ. എന്തായാലും ഇതൊരു 4-5 കുടുംബങ്ങൾ മാത്രമുള്ള ഒരു കാട്ടുനായ്ക്ക ഉന്നതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ജനറൽ കുടുംബങ്ങളെ റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ട് കുടുംബങ്ങളെ മാറ്റിയിരുന്നു. പക്ഷേ ഈ ഗോത്രവിഭാഗങ്ങളിൽ പെട്ടുന്ന കുടുംബങ്ങളെ അവിടുന്ന് മാറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കാട്ടാന ശല്യം അടക്കമുള്ളവ അവിടെ ഭയങ്കര രൂക്ഷമാണ്. ഇതിനു മുമ്പും പലതവണ 24 തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാട്ടാന ശല്യം കേരള തമിഴ്നാട് അതിർത്തി, വെള്ളരി ഭാഗം, കാപ്പാട് ഭാഗം അടക്കമുള്ള ഭാഗങ്ങൾ, കൊണ്ടൂരിൽ അടക്കമുള്ള ഭാഗങ്ങളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ഈ ഭാഗങ്ങളിലാണ് ഈ കുടുംബങ്ങൾ കഴിയുന്നത്. ഇവിടെയാണ് ഇപ്പോൾ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് എത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും അവിടേക്ക് ഇപ്പോൾ
എത്തിയെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പോലീസ് അടക്കമുള്ള സമീപത്തെ ആളുകൾ, ജനറൽ വിഭാഗങ്ങൾ അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ്. ഇതിനു മുമ്പ് ഈ ഉന്നതിയിൽ തന്നെ പാൽ എന്ന് പറയുന്ന ഒരാളെ കാട്ടാന വിറകെടുക്കാൻ പോകുമ്പോൾ ആക്രമിച്ച് പരിക്കേറ്റ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും പൂർണ്ണമായിട്ടും ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ടും തിരികെ എത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പരിക്കുകളോടുകൂടി തന്നെ അദ്ദേഹം ഇപ്പോൾ ഉന്നതിയിൽ കഴിയുന്നുണ്ട്. അബു താഹിർ, ഇങ്ങനെ ഈ സാധനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുക എന്നൊക്കെ ഉള്ളത് മനുഷ്യന്റെ അടിസ്ഥാനമായ ആവശ്യമാണല്ലോ. അതിന് ഈ കാട് കടന്നു പോകേണ്ട അവസ്ഥയാണോ അവിടെയുള്ള ആളുകൾക്ക്, അബു താഹിർ? തീർച്ചയായും ഈ ഉന്നതിയിൽ നിന്ന് ഒന്നെങ്കിൽ തമിഴ്നാട് ഭാഗത്തേക്ക് പോകണം, അപ്പോഴും ഈ കാടുകളിൽ കൂടെ തന്നെ പോകണം. കേരളത്തിലേക്ക്, അതായത് സംസ്ഥാനത്തിന്റെ നൂൽപ്പുഴ ഭാഗത്ത് മുക്കുത്തിക്കുന്ന് എത്തണം അവരെ അടുത്തുള്ള ഒരു ഭാഗം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ പാട്ടവയിൽ തമിഴ്നാടിന്റെ അതിർത്തി എത്തണം. ഈ ഭാഗങ്ങളിലേക്കൊക്കെ എത്തണമെങ്കിലും ഇവർ കാട് കടന്ന് തന്നെ പുറത്തേക്ക് വരണം. ഈ കാപ്പാട് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒരു 1/2 കിലോമീറ്റർ മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പോകുന്ന ഭാഗത്തുകൂടെ പോയി കഴിഞ്ഞാലും ഈ വനത്തിലൂടെ തന്നെ പോകണം. അതേപോലെ തന്നെ ഇപ്പോൾ ഇവർ ഈ പോകുന്ന വഴി എന്ന് പറയുന്നത്, അതായത് നൂൽപ്പുഴ പാലത്തിന്റെ ഭാഗത്ത് നിന്ന് വനത്തിലൂടെ പോയി വീണ്ടും തമിഴ്നാട് റോഡിലേക്ക് കയറി വീണ്ടും ഇവരുടെ ഉന്നതിയിലേക്ക് പോകുന്നെങ്കിലും ഒരു 1 കിലോമീറ്ററോളം വനത്തിന്റെ ഉള്ളിൽ കൂടെ തന്നെ സഞ്ചരിക്കണം. എങ്കിൽ മാത്രമേ ഇവർക്ക് പുറം ലോകത്ത് എത്തിപ്പെട്ട് സാധനങ്ങൾ വാങ്ങി തിരികെ വീട്ടിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഈ അവിടെ ഉള്ളത് 4-5 കുടുംബങ്ങൾ മാത്രമാണ്. മനുവിൻ്റെ അതടക്കം 4-5 കുടുംബങ്ങൾ മാത്രമാണ് ആ മേഖലയിലുള്ളത് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഈ മനുവിൻ്റെ ഭാര്യയെക്കുറിച്ച് വിവരമില്ല എന്ന തരത്തിൽ സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശവാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അബു താഹിർ? ഇവര് ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഈ സംഭവം അറിയുന്നത്. അതായത് ഈ ഉന്നതിയിൽ നിന്ന് കുറച്ച് മാറിയില്ല, തൊട്ടടുത്ത് വരുന്നത് പിന്നെ തമിഴ്നാടിന്റെ ഭാഗമാണ്, കുറച്ച് കേരളത്തിന്റെ ഭാഗം കൂടി ചേർന്നതാണ്. ഇവര് ഇപ്പോൾ പറഞ്ഞതനുസരിച്ചാണ് സമീപത്തുള്ള ആളുകൾ മുഴുവൻ പോയി അന്വേഷിക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു ദാരുണ സംഭവം അറിയുന്നത്. അപ്പോൾ അവരിൽ നിന്നൊരു കിട്ടിയ വിവരമാണ്, സ്ഥിരീകരിക്കാത്ത വിവരമാണ്. ഇങ്ങനെ കാണുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ അവര് അവിടെ ഉണ്ടാവാം, ഒരു പക്ഷേ ആനയെ കണ്ട് പേടിച്ച് അങ്ങോട്ട് മാറിപ്പോയതായിരിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവരുള്ളത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നേ ഉള്ളൂ നമുക്ക്. ശരി, അബു താഹിർ 24-ന്റെ പ്രാദേശിക പ്രതിനിധിയാണ് ഇപ്പോൾ വിശദാംശങ്ങൾ പങ്കുവച്ചത്. വളരെ വേദനാജനകമായ വാർത്തയാണ്.